നമസ്കാരം. നരേന്ദ്രമോദി രാജിവെക്കും. മോദി കസേര ഒഴിയും. അടുത്തയാൾ റെഡി. ഇനി ഒരു വർഷം മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനുശേഷം അദ്ദേഹം ആ കസേര ഒഴിയും. ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വലിയ വെളിപ്പെടുത്തലാണിത്. വെറും കെട്ടുകഥയെന്ന് BJP ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. ഒരു വർഷത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമൊഴിയുമെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ മോദി സർക്കാർ നിലവിൽ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയൊരു ആഭ്യന്തര കലാപം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാദങ്ങൾ പുറത്തേക്ക് വയ്ക്കുമ്പോൾ ഈ കലാപത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ തനിക്ക് ഭരണ സംവിധാനത്തിനകത്തു നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് എന്നും നിയന്ത്രണങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നു. ന്യൂഡൽഹിയിൽ ആദിവാസി പ്രൊഫഷണൽ കോൺക്ലേവിൽ സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന അസ്ഥിരതകൾക്കും ആഘാതങ്ങൾക്കുമെതിരെയുള്ള ഇന്ത്യയുടെ സുരക്ഷാ കവചങ്ങൾ BJP സർക്കാർ എടുത്തു മാറ്റിയതിനാൽ രാജ്യം തടയാൻ കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു സാമ്പത്തിക സുനാമി നേരിടാൻ പോവുകയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. നിലവിലെ വിലക്കയറ്റം വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കം മാത്രമാണ് എന്നും സാമ്പത്തിക പ്രതിസന്ധിയും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള സർക്കാരിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളാണ് ഒരേ സമയം രാജ്യത്ത് സംഭവിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് പൊതുവെ കരുതുന്നത് എങ്കിലും ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അയക്കുന്ന സന്ദേശങ്ങൾ വരെ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കോൺക്ലേവിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഇന്റലിജൻസ് സംവിധാനത്തിന്റെ തലവനും മുതിർന്ന ജുഡീഷ്യറിയിലെ അംഗങ്ങളും വരെ നിലവിലെ ഭരണത്തിനെതിരെ തിരിഞ്ഞ് വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്നും മുൻപെല്ലാം സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. തിരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കപ്പെട്ടതാണ് എന്ന് പൊതുജനങ്ങൾ അറിയുകയും സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യവും മൂലം ജനങ്ങൾ രോഷാകുലരാകുകയും ചെയ്താൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് വലിയ അപകടമാണ് എന്ന് തിരിച്ചറിയുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഭയപ്പെടുന്നുണ്ട് എന്നും സിസ്റ്റം ആകെ ഉലയുകയാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ ഈ കടുത്ത പ്രതിരോധത്തെയും പ്രതിഷേധത്തെയും സമ്മർദ്ദത്തെയും അടിച്ചമർത്താൻ സർക്കാർ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാമെന്ന് കൂടി രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുകയാണ്. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദ്ദേഹത്തിന്റെ മക്കൾ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് പതിവായി ലഭിക്കുന്നുണ്ട് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ അവകാശവാദവും ഒരു ഭാഗത്ത് നിൽക്കുന്നു. 2024 BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് വിവാദം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തുടർച്ചയായിട്ടുള്ള വിവാദങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ദുരന്തങ്ങളുടെ വകുപ്പ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പരീക്ഷകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്ന, പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധികൾ, വിവാദങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭരണപരാജയത്തിന്റെ ആഴമാണ് കാണിക്കുന്നത് എന്നും ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും പദവിയിൽ തുടരുന്നത് എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ കടുത്ത ആരോപണങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് BJP രംഗത്തെത്തി. രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടും തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് എന്നും യഥാർത്ഥത്തിൽ ആഭ്യന്തര കലഹം കടുത്തിരിക്കുന്നത് കോൺഗ്രസിനുള്ളിലാണ് എന്നും BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനെവാല തിരിച്ചടിച്ചു. ദേശീയ സ്ഥാപനങ്ങൾ മോദി സർക്കാരിനെതിരെ തിരിയുകയാണ് എന്ന് രാഹുലിന്റെ വാദം സ്വന്തം പാർട്ടിയുടെ തകർച്ച മറച്ചുവെക്കുവാനുള്ള കെട്ടുകഥ മാത്രമാണ് എന്നും സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലടിക്കുമ്പോൾ അത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ ചാർത്തി അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യാം. എന്തായാലും മൂന്നാം തവണയും ജനങ്ങൾ തിരഞ്ഞെടുത്ത മോദി സർക്കാരിന്റെ സുസ്ഥിരതയെ ഭയപ്പെടുത്തുവാൻ ഇത്തരം വ്യാജ അവകാശവാദങ്ങൾക്കൊന്നും കഴിയില്ല എന്നുകൂടി പൂനെവാല വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനുമെതിരെ കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ വിമർശനങ്ങളുമായിട്ട് മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2020 മുതൽ നിരന്തരം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉടനടി നടപ്പാക്കിയില്ല എങ്കിൽ ഈ വർഷം ഒക്ടോബറോടുകൂടി രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാതൊരു തരത്തിലുള്ള ധാരണയില്ലെന്നും ധനകാര്യ മന്ത്രാലയം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് എന്നുകൂടി സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിക്കുകയാണ്. ഇതേ അവസ്ഥ തുടർന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സാമ്പത്തിക കോമാളികളാൽ നയിക്കപ്പെടുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യ പരിഹസിക്കപ്പെടുമെന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി സ്വാമി കുറിച്ചു വെക്കുന്നു. അപ്പോൾ
നരേന്ദ്രമോദി രാജിവെക്കുന്നു, മോദി കസേര ഒഴിയുമ്പോൾ അടുത്തയാൾ ആരായിരിക്കും? അദ്ദേഹം റെഡിയാണ് പോലും. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 020-8548-4897.